കോവിഡ് സമയമാണ് കേട്ടോ ഇത്. കനി അമ്മയുടെ ഫോണും എടുത്ത് കുളക്കടവിൽ വന്ന് ആരെയോ ഫോൺ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഒരു ബിസിനസ്സുകാരന്റെ വീടാണ്. തന്റെ മകളുടെ പിറന്നാളിന്റെ അന്ന് തന്നെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് മകൾക്ക് ഒരു ബർത്ത്ഡേ വിഷ് ലെറ്ററും എഴുതി ഒരു ഗോൾഡ് ചെയിനും ഗിഫ്റ്റ് ആയിട്ട് ഭാര്യയെ ഏൽപ്പിച്ച് അയാൾ മീറ്റിംഗിന് പോയി. അയാളുടെ ഭാര്യയും പഞ്ചായത്തിലാണ് ജോലി ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പരിചയപ്പെടുന്നത് കനിയെയും അവളുടെ അമ്മയെയുമാണ്. അച്ഛന്റെ മരണശേഷം അവരുടെ വരുമാന മാർഗം അമ്മ തയ്ച്ചു കിട്ടുന്ന പൈസയാണ്. പിന്നെ അമ്മയ്ക്കും കനിക്കും എന്ത് ആവശ്യത്തിനും കനിയുടെ കാമുകൻ സായിയുമുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടന്ന കനിയുടെ അമ്മയുടെ നമ്പറിലേക്ക് അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു. ഫോൺ എടുത്തപ്പോൾ ട്രെയിനിന്റെ ഒച്ചപ്പാടും പിന്നെ അപ്പുറത്ത് നിന്നും ഒരു ആണിന്റെ ശബ്ദവുമായിരുന്നു. അയാൾ അവരോട് വളരെ മോശമായി സംസാരിച്ചു. പലതവണ ഫോൺ കട്ട് ചെയ്തെങ്കിലും അയാൾ അവരെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. കൂടാതെ അയാൾ വാട്സാപ്പിലും മെസ്സേജ് അയക്കാൻ തുടങ്ങി. അയാൾക്ക് ആ നമ്പർ ട്രെയിനിലെ ബാത്റൂമിൽ നിന്ന് കിട്ടിയതാണെന്നും റേറ്റ് എത്രയാണെന്നും ഒക്കെ ചോദിച്ച് കനിയുടെ അമ്മയോട് വളരെ മോശമായി സംസാരിച്ചു. അയാൾ വാട്സപ്പിലെ കനിയുടെ DP ഫോട്ടോ കണ്ടപ്പോൾ അമ്മയെയും മകളെയും വേണമെന്ന് വാശി കാണിച്ചു. കനിയുടെ അമ്മ ആകട്ടെ പേടിച്ച് ഫോൺ കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്തെങ്കിലും അയാൾ പല നമ്പറിൽ നിന്ന് വിളിച്ച് ശല്യം ചെയ്തു. ഭർത്താവില്ലാത്ത ഒരു പാവ സ്ത്രീ ആയതുകൊണ്ട് തന്നെ തിരിച്ച് ദേഷ്യപ്പെടാൻ പോലും അവർക്ക് പേടിയായിരുന്നു. ഒരു നിവൃത്തിയുമില്ലാതെ അവർ ഫോൺ ഓഫ് ചെയ്തു വെച്ചു. അടുത്ത ദിവസം രാവിലെ ഉറക്കമെണീറ്റ കനി അമ്മയെ തിരക്കിയപ്പോൾ അവർ ആ കുളക്കടവിൽ നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു. അവർ കരഞ്ഞുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീകളല്ല, ശല്യം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും അയാൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. കനി അറിയാതെ ഇരിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും അവൾക്ക് സംശയം തോന്നി. അമ്മ കനി കാണാതെ ഇരിക്കാൻ വേണ്ടി ഫോൺ ഒളിപ്പിച്ച് വെച്ചെങ്കിലും അമ്മ കാണാതെ അവൾ ഫോൺ എടുത്തു. കനി അമ്മയോട് കാര്യങ്ങൾ തിരക്കി. ഒടുവിൽ അമ്മ കാര്യങ്ങളെല്ലാം കനിയോട് തുറന്നു പറഞ്ഞു. കനിയുടെ അമ്മ നമുക്ക് ഈ നമ്പർ മാറ്റും എന്ന് പറഞ്ഞപ്പോൾ കനി അതിന് തയ്യാറായില്ല. നമ്മുടെ തെറ്റുകൊണ്ടല്ലോ കണ്ട വാട്സപ്പ് ഗ്രൂപ്പിലും ബാത്റൂമിലും നമ്മുടെ നമ്പർ വന്നത്, അതുകൊണ്ട് അയാൾക്കിട്ടൊരു പണി കൊടുക്കാൻ തന്നെ കനി തീരുമാനിച്ചു. അവൾ സായിയെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അന്ന് രാത്രിയും അയാളുടെ ഫോൺ കോൾ വന്നു. എന്നാൽ അവർ ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല. അയാൾ എല്ലാ ദിവസവും ഇവരെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. ഇവർക്ക് പണവും പിടിപാടും ഇല്ലെന്നറിഞ്ഞ ആ ശല്യക്കാരൻ അവരെ നല്ലപോലെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ കനി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അയാൾക്ക് അമ്മയെയും മകളെയും ഒരേ സമയം വേണമെന്നുള്ളത് കൊണ്ട് വീട്ടിലേക്ക് വരാൻ അവൾ പറഞ്ഞു. ആദ്യം വല്ല ഹോട്ടലിലും റൂം എടുക്കാമെന്ന് പറഞ്ഞ അയാൾ അവസാനം കനിയുടെ ആവശ്യം അംഗീകരിക്കേണ്ടി വന്നു. ഫോൺ കട്ട് ചെയ്തിട്ട് കനി അമ്മയോട് അയാൾ ഇന്ന് നമ്മുടെ വീട്ടിൽ വരും, നല്ലപോലെ സൽക്കരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കനി പറഞ്ഞതുപോലെ അമ്മ ചെയ്തു. കനിയും അമ്മയും കൂടി ആ വീടൊക്കെ നല്ലപോലെ അടിച്ചു വാരി വൃത്തിയാക്കി നല്ല ഫുഡൊക്കെ അയാൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചു. അങ്ങനെ അന്ന് രാത്രി അയാൾ ആ വീട്ടിലേക്ക് വന്നു. കനിയും അമ്മയും നല്ല സുന്ദരിയായി ഒരുങ്ങി നിന്ന് അയാൾക്ക് കുടിക്കാനായി വെള്ളമൊക്കെ കൊടുത്ത് സത്കരിച്ചു. അമ്മ പേടിച്ച് വിറച്ചാണ് നിന്നതെങ്കിലും കനിക്ക് നല്ല ധൈര്യമുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നപ്പോഴേക്കും കറണ്ട് പോയിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കനിയും അമ്മയും ബെഡ് വിരിക്കാൻ പോയി. ശേഷം അയാൾ റൂമിലേക്ക് വന്നതും കറണ്ട് പിന്നും വന്നു. അങ്ങനെ ഫാനൊക്കെ ഇട്ട് പേഴ്സൊക്കെ ടേബിളിൽ വെച്ച് കണ്ണാടിയിൽ നോക്കി ഷർട്ടൊക്കെ ഊരി കനിയെയും അമ്മയെയും വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴേക്കും പിന്നെയും കറണ്ട് പോയി. അയാൾ ദേഷ്യപ്പെട്ടുകൊണ്ട് അമ്മയെയും മകളെയും വിളിച്ചു. എന്നാൽ വിളക്കുമായി ആ മുറിയിലേക്ക് വന്ന ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് നോക്കി അയാൾ അന്തം വിട്ടു തിന്നു. കാരണം മറ്റൊന്നുമല്ല, അയാൾ തന്റെ മകളുടെ പിറന്നാളിന് വാങ്ങിക്കൊടുത്ത ബ്രേസ്ലെറ്റ് ആണ് ആദ്യം തന്നെ അയാളുടെ കണ്ണിലുടക്കിയത്. ആ വിളക്കുമായി വന്നത് അയാളുടെ സ്വന്തം മകളായിരുന്നു. ശേഷം ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നലെ കനിയുടെ ബർത്ത്ഡേ ആയിരുന്നത്ര, ഇന്ന് എന്റെ. അപ്പോഴേക്ക് കറണ്ടും വന്നു. ഈ ബിസിനസ്സുകാരനെയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് കേട്ടോ. സ്വന്തം മകളുടെ മുൻപിൽ മുണ്ടുപോലും ഉടുക്കാതെ നിൽക്കുന്ന അയാളുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാമല്ലോ. റൂമിന് പുറത്ത് വന്ന അയാളെ കാത്ത് സ്വന്തം ഭാര്യയും ഉണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് അയാൾ അവരോട് മാപ്പ് ചോദിച്ചു. എന്നാൽ വീടിന് പുറത്ത് സായിയും കൂട്ടരും ഉണ്ടായിരുന്നു. അവൻ ഇതെല്ലാം വീഡിയോ എടുക്കുകയായിരുന്നു. എന്നാൽ അയാൾ കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സായിയും കനിയും അമ്മയും അയാളുടെ ഭാര്യയും മകളെയും ഓർത്ത് അയാളെ വെറുതെ വിട്ടു. അങ്ങനെ അയാൾക്ക് മറക്കാൻ കഴിയാത്തവണ്ണം നല്ലൊരു തിരിച്ചറിവിന്റെ വിരുന്ന് അവർ അയാൾക്ക് സമ്മാനിച്ചു.